നമസ്കാരം ട്രേഡേഴ്സ്, ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ബഡ്ജറ്റ് വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിനുശേഷമുള്ള ഫസ്റ്റ് ട്രേഡിംഗ് വീക്കാണ് ഇന്ന് തുടങ്ങുന്നു, തിങ്കളാഴ്ച. SBI, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള SBIൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വർക്കിംഗ് ഡേ ആണ് ഇന്ന്. അതുമാത്രമല്ല, ഈ ഒരാഴ്ചയിൽ ഓസ്ട്രേലിയയിൽ നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനം വരുന്ന ചൊവ്വാഴ്ച വരും, നാളെ വരും. ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനം വ്യാഴാഴ്ച വരും. US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനം ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ 2 ഈവൻറ്റ് ഓസ്ട്രേലിയയുടെയും ഇന്ത്യയുടെയും ഇൻട്രസ്റ്റ് പലിശ നിരക്ക് വർധനവിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കോ അല്ലെങ്കിൽ കുറവോ അല്ലെങ്കിൽ പോസ്റ്റോ അങ്ങനെയുള്ള തീരുമാനങ്ങളാണ്. മാർക്കറ്റിലേക്ക് നമ്മൾ പൊതുവേ വരുമ്പോൾ നമ്മളെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിങ്ങിന് ശേഷം US മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കും. FIS കഴിഞ്ഞ ആഴ്ച മിക്സഡ് ആയിരുന്നു. 2 ദിവസം അവർ ബൈ നടത്തിയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള എല്ലാ ദിവസവും സെല്ല് നടത്തി. FIS ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 67% അവരുടെ ഷോർട്ട് പൊസിഷൻ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ലോങ് പൊസിഷൻ 33. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2035 ഇടിഞ്ഞ് $2035 പെർ ഔൺസ്. $4 ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്, അതിന് താഴെയുള്ള ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവെ ഒരു ദിശ കാണിക്കാതെ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഇനി ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും. ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഓപ്പണായി ക്ലോസായ US മാർക്കറ്റ് രണ്ടും ഗ്രീനിൽ ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഇപ്പോൾ നമുക്കറിയാം. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോയുടെ തുടർച്ച എന്നോണമാണ് നമ്മൾ എല്ലാ ദിവസവും ഇനി ഓപ്പൺ ഇൻട്രസ്റ്റിനെ കാണാനായിട്ട്. സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പ് റൈറ്റ് സൈഡിൽ റെഡ് കളർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഗ്രീൻ കളർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ്. ഇത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സ്പോട്ടുള്ളത് 21,853 അതായത് 22,000 ആണ് ആദ്യ സപ്പോർട്ട്. 22,100, 200 റേഞ്ചുകളിൽ സപ്പോർട്ടല്ല, റെസിസ്റ്റൻസ്. റെഡ് കളർ റെസിസ്റ്റൻസ് ആണ്. അതെല്ലാം തന്നെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സപ്പോർട്ടായിട്ട് 21,800, 21,700, 21,500. 21,500 മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. അപ്പോൾ 21,500-ഉം 22,000 ഇടയിലാണ് നിഫ്റ്റി ഉള്ളത്. PCR 1 ആണ്. അതീവ ബീറിഷോ അല്ല, എന്നാൽ വല്ല ബുള്ളിഷോ അല്ലാത്ത രീതിയിലാണുള്ളത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.8 ആണ്. കൂടാതെ തന്നെ കോൾ റൈറ്റിംഗ് ഏകദേശം 2 കോടിക്കടുത്ത് കോൾ റൈറ്റിങ്ങും പുട്ട് റൈറ്റിങ്ങും 1.5 കോടിയേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനേക്കാൾ കുറച്ചും കൂടി ബുള്ളിഷായിട്ട് കാണാൻ സാധിക്കും. 47,000 ആണ് മേജർ റെസിസ്റ്റൻസ് സോൺ ബാങ്ക് നിഫ്റ്റിയുടെ ഉള്ളത്. അപ്പോൾ അതായത് ബാങ്ക് നിഫ്റ്റി നമ്മുടെ HDFC ബാങ്ക് US ADRൽ 3.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇനി ഗ്ലോബൽ ഈവൻറ്റുകളിലേക്ക് നോക്കുമ്പോൾ തേഴ്സ്ഡേ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഉണ്ട്. ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 10 മണിക്കുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി എല്ലാം ഇമ്പോർട്ടൻ്റ് റേറ്റ്, അത് ഹയർ ഇമ്പോർട്ടൻസ് റേറ്റുള്ള ഈവൻറ്റുകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഓൾറെഡി തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ദിവസം ഏതൊക്കെ ഈവൻ്റാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരിക എന്നുള്ളത് കൃത്യമായിട്ട് ധാരണയില്ല. എല്ലാ ഈവൻറ്റുകളും നമ്മൾ നോക്കുക. ഇതിൽ ഏതാണ് ഏറ്റവും പ്രധാനം, ഏതാണ് ഏറ്റവും കുറവ് എന്നില്ല. കാരണം ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഈവൻറ്റുകൾ മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. സർവീസ് PMA, USL ഇതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇന്നലെ വിശദമായിട്ട് നമുക്കത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റ് ട്രേഡ് ബഡി ടാബിൽ ഗ്ലോബൽ ഈവൻ്റ്. ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് തിരിച്ചെത്താം. ഇന്ന് റിസൾട്ട് വരുന്നത് ടെലകോം ജയൻറ്റ് കമ്പനിയായിട്ടുള്ള എയർടെലിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അലംബിക് ഫാർമ, അശോക് ലൈലാൻഡ്,
ASK ഓട്ടോമൊബൈൽ, സൺ ഫാർമ, ബജാജ് ഇലക്ട്രിക്കൽ, ബാർബക്യൂ നേഷൻ ഫുഡ് കമ്പനിയാണ്, ഐഡിയ ഫോർജ്, ടാറ്റ കെമിക്കൽ, ത്രിവേണി ടർബൈൻ, വരുൺ ബിവറേജ്, പെപ്സിയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ്, വിജയ ഡയഗ്നോസ്റ്റിക് കമ്പനി. വിജയ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെട്രോപോളിസ് പോലെയുള്ള കമ്പനീസ് പോലെയുള്ള സമാന ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ റിസൾട്ടുകളൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനികളുടെ റിസൾട്ടുകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. SBI ആയിരുന്നു അവസാന റിസൾട്ട് ഉണ്ടായിരുന്നത്. അതിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. പേടിഎം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 20% ലോവർ സർക്യൂട്ട് അടിച്ച കമ്പനിയാണ്. അപ്പോൾ അവരുടെ സർക്യൂട്ട് ലിമിറ്റ് 10% കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേടിഎമ്മിൻ്റെ MD പറഞ്ഞിരിക്കുന്നത് മറ്റ് ബാങ്കുകളായിട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പേടിഎമ്മിനെ കുറിച്ച് നമ്മളുടെ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ആവശ്യമെങ്കിൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പേടിഎമ്മിൻ്റെ നിൽപ്പ്. ഡൽഹി ഒരു കമ്പനി, ഡൽഹി കേന്ദ്രമായിട്ടുള്ളൊരു ലോജിസ്റ്റിക് കമ്പനിയാണ് ഡൽഹി ഒരു കമ്പനി. ഇതാദ്യമായിട്ടാണ് അവർ ഒരു പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. 12 കോടി രൂപ പ്രോഫിറ്റ് ഇവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ 3ാമത്തെ പാദത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെട്രോപോളിസ് നമ്മൾ നേരത്തെ പറഞ്ഞ വിജയ പോലെയുള്ള DDRC പോലെയുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് മെട്രോപോളിസ്. ലാബ് ബിസിനസ്സാണ് ഇവർക്കുള്ളത്. 24% ഇയർ ഓൺ ഇയർ ഡിക്ലൈനാണ്, കുറവാണ് ഇവരുടെ അറ്റാദായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓറോബിൻ്റെ ഫാർമ കമ്പനി ഒരു ഫാർമ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്ലാന്റിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി 9 നിരീക്ഷണങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇവർക്ക് 150 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ നേവിയിൽ നിന്ന് ലഭിച്ചു. ഓയിൽ കമ്പനികൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രമാകും. കാരണം വിൻഫോൾ ടാക്സ് ഇന്ത്യ പെർ ടണ്ണിന് 3200 രൂപ ഉയർത്തിയിട്ടുണ്ട്. SBI കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 35.5% കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടാറ്റ മോട്ടേഴ്സ് ഓട്ടോമൊബൈൽ സെക്ടറിലെ ലീഡിംഗ് കമ്പനി ടാറ്റ മോട്ടേഴ്സ് ഇവിടെ മികച്ച രീതിയിലുള്ളൊരു അറ്റാദായം രേഖപ്പെടുത്തി. 7025 കോടി രൂപ ഇമ്പ്രസീവായിട്ടുള്ളൊരു റിസൾട്ടാണ്. ഇൻഡിഗോ ഏവിയേഷൻ രംഗത്തെ റിലയൻസാണ് ഇൻഡിഗോ. കാരണം ഏകദേശം 60% വിപണി പങ്കാളിത്തം കൈവരിക്കുന്നുണ്ട് ഏവിയേഷൻ രംഗത്ത് ഇൻഡിഗോ. അവരും വളരെ ഇമ്പ്രസീവായിട്ടുള്ള അറ്റാദായം രേഖപ്പെടുത്തി ഏകദേശം ഒരു 2998 കോടി രൂപ നേടി. ധനുക അഗ്രോടെക് കമ്പനി സ്പെയിൻ ബേസ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. LIC ഹൗസിംഗ് ഫിനാൻസും അവർ ഇമ്പ്രസീവായിട്ടുള്ള അറ്റാദായം ഏകദേശം 1163 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ്, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, റിസൾട്ട് കലണ്ടർ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ വിപണി സമയത്ത് ന്യൂസുകൾ പരമാവധി നമുക്ക് ആകെ ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ് ഉള്ളൂ, ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ടെലഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേരിന് സമാനമായിട്ടുള്ള സ്പാം ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുക. അപ്സ്റ്റോക്ക്, സെറോദ തുടങ്ങിയ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അപ്സ്റ്റോക്ക് എല്ലാം തന്നെ നമ്മുടെ ഓപ്ഷൻ ചെയിനിൽ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് സെലക്ഷനും നമ്മളെ ആ ഒരു സ്ട്രൈക്കിൻ്റെ പർട്ടിക്കുലർ LTP നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഡിസ്കൗണ്ട് ബ്രോക്കറുമാണ്. അതുമാത്രമല്ല FAR OTP എല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്സ്റ്റോക്കിൽ. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെയും അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.